ആണുങ്ങളെ പറയിപ്പിക്കാൻ ഒരു വേട്ടാവളിയൻ, മിണ്ടാതിരുന്ന് ഇതുവരെ സേഫ് ഗെയിം കളിച്ചൊരു ഉഡായിപ്പ് കണ്ടസ്റ്റന്റ്, പവർ ടീം ആണെങ്കിലും ജാസ്മിന്റെയും ഗിബ്രിയുടെയും മൗത്ത് പീസ് ആയിട്ടുള്ള വേറൊരു കണ്ടസ്റ്റന്റ്, പിന്നെ ജാസ്മിനും. കൂട്ടാൻ പറ്റുന്ന ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടിക്കുള്ളൂ മക്കളെ. നിങ്ങളൊക്കെ എന്താണ് കരുതിയത്? ഒന്നല്ല, നാലല്ല, 14 പേര് ഒന്നിച്ചു നിന്നാലും അവർക്കൊക്കെ മേലെ പ്രഹരം ഏൽപ്പിക്കാൻ കഴിവും കരുത്തുമുള്ള ഒരാളാണ് നമ്മുടെ മല്ലയ്യ. നിങ്ങളൊക്കെ അയാളെ മാനസികമായി തളർത്തി പവർ ടീമിൽ നിന്ന് പുറത്താക്കാൻ നോക്കുന്നതോറും പുള്ളി ജയിച്ച് കയറിക്കൊണ്ടിരിക്കും. പുള്ളിയുടെ കൂടെ പ്രേക്ഷകരും ഉണ്ടാവും. അതുകൊണ്ട് വലിയ പട്ടിഷോയും ഗ്രൂപ്പ് കളിയും ഒന്നും ആയിട്ട് ജിൻഡോയുടെ അടുത്തേക്ക് ചെല്ലണ്ട. മെന്റലി ഫിസിക്കലി എല്ലാം ഇവരെക്കാളൊക്കെ 100 ഇരട്ടി കരുത്തുള്ള മനുഷ്യനാണ് ജിൻഡോ. എന്തായാലും ജിൻഡോ പോലും നനച്ചിരിക്കാതെ കാര്യങ്ങൾ ജിൻഡോയ്ക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് കാണുന്നവർക്ക് ഞാൻ പറയുന്നത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. നമ്മൾ പോലും അറിയാതെ നമ്മൾ അധോലോകമായിരിക്കുന്നു ഷാജിയേട്ട എന്ന് പറയുന്ന പോലെ ജിൻഡോ ഇനി ഒരു ഒറ്റപ്പെടൽ ഗെയിമിലേക്ക് ഇറങ്ങേണ്ട ടൈമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ചാലഞ്ച് 3യും കൂടി നെക്സ്റ്റ് ടീമിനെതിരെ ജിൻഡോയുടെ ടീം ജയിച്ച സ്ഥിതിക്ക് അതവര് ജയിച്ചു കേട്ടോ. അതൊരു ഡോമിനോ എഫക്ട് ഉള്ള ഒരു അങ്ങനത്തെ ഒരു ഗെയിം ആയിരുന്നു, ടാസ്ക് ആയിരുന്നു. കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ ഗെയിം. ശ്രീധുവും നോറയുമാണ് ജിൻഡോയുടെ റെസ്മിന്റെ ഓപ്പോസിറ്റ് നിന്നത്. പക്ഷെ ഇപ്പോഴത്തെ പവർ ടീം ആയിട്ടുള്ള ജിൻഡോയും റെസ്മിനും ഈ ഒരു ടാസ്ക് വീണ്ടും ജയിച്ചു. അടുത്ത ആഴ്ചത്തെ പവർ ടീം ഇവര് തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ജിൻഡോ ഇനി ഒരു ക്ലാസിക് രജിത് സാർ സ്റ്റൈല് കളിയിലേക്ക് ഇറങ്ങേണ്ട ടൈമാണ്. കാരണം അത്രയ്ക്ക് എതിരായിരിക്കുന്നു അവിടെയുള്ള എല്ലാവരും. പവർ ടീമിലുള്ള റെസ്മിൻ വരെ ജിൻഡോയ്ക്ക് എതിരാണ്. ജിൻഡോയുടെ ഒരു 1 മാൻ ഷോ ആണ് ഇനി മുതൽ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരു 1 മാൻ ഗെയിം. ഈ സീസണിൽ എല്ലാവരും കൂടി പിടിച്ചൊരു രാജാവാക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ജിൻഡോ. അതിന് കാരണം അവിടെയുള്ള എല്ലാവരുടെയും ആ ഒരു ഊള ഗെയിം തന്നെയാണ്. അല്ലാതെ ജിൻഡോ ഇതുവരെയായിട്ട് ഒരു കളി കളിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയാണ് ജിൻഡോയുടെ കളി തുടങ്ങുന്നത്. ശരിക്കും ഇതുവരെ ഉള്ളതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനിയാണ് ജിൻഡോയുടെ കളി കാണാൻ പോകുന്നത് നമ്മൾ. അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ്.